അങ്ങനെ നേഴ്സസ് ദിനമായിരുന്നു, നേഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള ദിവസം. എൻ്റെ ഫ്രണ്ടുണ്ട്, നേഴ്സായിരുന്നു. നേഴ്സുമാരെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല അനുഭവങ്ങൾ തന്ന ഒരുപാട് നേഴ്സുമാരുണ്ട്. നേരെ മറിച്ച് നമ്മളെ ഏറ്റവും മോശമായ രീതിയിൽ നമ്മളോട് പെരുമാറി ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ വേദന കൊണ്ടാണ് ആ ഒരു അവസ്ഥയിൽ ഇത്രയും ബുദ്ധിമുട്ടുന്നതെന്ന് വിചാരിക്കാത്ത നേഴ്സുമാരും ഉണ്ട്. എല്ലായിടത്ത് ചെന്നാലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഈ നേഴ്സുമാർ നല്ല ആളുകളുണ്ട്, മോശം ആളുകളുണ്ട്. ചില നേഴ്സുമാരെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാലുണ്ട്, നമ്മൾ രോഗിയായിട്ട് കിടക്കുന്ന കിടപ്പിൽ കയ്യും കാലം ഒടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എണ്ണീറ്റിരുന്ന് ഒരെണ്ണം കൊടുക്കണമെന്ന് തോന്നും. അതുപോലെ സംസാരിക്കുന്ന നേഴ്സുമാരുണ്ട്. ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ വർത്തമാനം പറയാമെന്ന്. അത് അവരുടേതായിട്ടുള്ള ഒരു രീതി, അല്ലാതെ എന്ത് പറയണം. പക്ഷെ ചിലരുണ്ട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. അതായത് ഞാൻ എൻ്റെ ഡെലിവറിയുടെ ടൈമിൽ എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചക്ഷൻ്റെ സൂചിയിലോട്ട് ആ ഷാർപ്പായിട്ടുള്ള ഭാഗത്തേക്ക് നോക്കാൻ പോലും എനിക്ക് പേടിയാണ്. അല്ലാതെ ഞാൻ ഈ സയൻസൊക്കെ എടുത്ത് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞു പോയത് ഈ ഒറ്റ പേടി കൊണ്ടാണ്. കാരണം എനിക്കറിയാം, കുത്തി വയ്ക്കുന്നതും കാണണ്ട, എന്നെ കുത്തുന്നതും കാണണ്ട, സൂചിയുടെ തുമ്പും കാണണ്ട, അത്ര പേടിയാണ് എനിക്ക്. പണ്ടൊക്കെ എനിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് എല്ലാം മാറും എന്നുള്ളതാണ്. എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അവിടെയാണ് ഞാൻ അങ്ങോട്ടാണ് വണ്ടി വിടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. കാരണം എനിക്കറിയാം അവിടെ ചെന്ന ഇഞ്ചക്ഷൻ അച്ചാച്ചൻ പറയും, ദേ അച്ചാച്ചി കുത്തുന്നു നോക്കിക്കോ, ഒന്നും പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ എല്ലാവരും കൂടെ പിടിച്ച് വയ്ക്കുക, അണ്ണന്മാരെല്ലാം കൂടെ. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെപ്പോലെ ഈ കാര്യത്തിൽ അലമ്പ് വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേർക്കൊന്നുമില്ല, വലിയവർക്കും ഇല്ല. ഞാൻ അതുപോലെ ബഹളമാണ്. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് സംഭവം അത്. അപ്പം പിടിച്ചു വെച്ചിട്ടാണ് കുത്തുന്നത്. കുത്തി കഴിയുമ്പോൾ പിന്നെ കുറേ നേരം കരച്ചിലും ബഹളവും ആയിട്ട് അങ്ങനെ പോകും. കഴിഞ്ഞ ദിവസം ഉള്ളൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ വെച്ചിട്ടുള്ള ഒരനുഭവത്തെക്കുറിച്ച്. അങ്ങനെ ഇടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊക്കെ തരും കടയിൽ നിന്ന്. അപ്പം എല്ലാം ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. അപ്പം കുഞ്ഞിനായിട്ട് വരുന്ന സമയത്ത് നമ്മളെ ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി അവിടെങ്കിൽ ഇരിക്കുകയാണ്. ഹസ്ബൻഡിനൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതങ്ങനെയാണ് എന്ന് പറഞ്ഞ് കൊടുക്കും നേഴ്സുമാരോട് ആദ്യം തന്നെ. അപ്പം നമ്മുടെ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബാക്കിലാണല്ലോ, നട്ടലിന് ആ ഭാഗത്താണ് കുത്തുന്നത്. അപ്പം അവിടെ നിന്ന് ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം അടുത്ത കുത്ത അങ്ങനെ ഇങ്ങനെ വളഞ്ഞു വരൂ, കുത്തട്ട് നമുക്ക് ആ സൂചി കൊണ്ടില്ല. എനിക്ക് പരിസരബോധം ഒന്നും ഞാൻ വിചാരിക്കില്ല, ആരാണെന്നൊന്നും നോക്കത്തില്ല. ഞാൻ കരയും. ഞാൻ ഒരു സംഗീത കച്ചേരി അങ്ങോട്ട് തുടങ്ങും. പിന്നെ അത് തിരിച്ചെടുക്കണം വരെ ആ കച്ചേരി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ അവസാനിക്കുക ആണ് ഞാൻ തുടങ്ങുന്നത്. ചിലപ്പോൾ അങ്ങ് സങ്കടം കൊണ്ട് ജനിച്ചു നേരം കരയുകയും ചെയ്യും. അപ്പം ചിലരെന്നെ കളിയാക്കും, ചിലർ വഴക്കം പറയും. അപ്പം അന്ന് കുത്തിയപ്പം നേഴ്സ് പറഞ്ഞു, ആഹാ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കങ്ങനെ നാണക്കേടായി. കാരണം ഇത്രയും വലിയൊരു കാര്യത്തിന് വന്നിട്ട് വലിയ വേദനയായിട്ട് എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കാര്യത്തിൽ പക്ഷേ എനിക്കെന്തായാലും അതൊന്ന് ആന്ന് വെക്കുമ്പോഴത്തേക്കും ഒരു സമാധാനം കിട്ടും. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ആ ശ്വാസമെടുപ്പ് ഒക്കെ ചിലപ്പോൾ എൻ്റെ വേദനയെ കുറയ്ക്കും എന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു ചിന്താഗതിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ആ ചിന്ത ആ ഇഞ്ചക്ഷൻ എന്നുള്ള പോയിന്റിൽ നിന്ന് മാറി ആ കരച്ചിൽ അല്ലെങ്കിൽ ആ വേദനയിൽ എന്നുള്ള സൗണ്ടിനൊപ്പം അങ്ങോട്ട് സഞ്ചരിക്കുമ്പം കുറയും എന്നുള്ളതാണ്. അപ്പം എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ അമ്മയുടെ കരച്ചിലൊക്കെ ഞാൻ കരയുന്നതാകുമ്പോൾ അമ്മ ഇരുന്ന് കരയും. വിഷമം അമ്മയ്ക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ അതിന് ശേഷം ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ വാർഡിലേക്ക് റൂമിലേക്ക് ആദ്യം കുറച്ച് നേരം ഒബ്സർവേഷനിൽ വയ്ക്കുമല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെയും എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പം അവിടെയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബോധമൊക്കെ ആയി. പക്ഷേ നമുക്ക് പലതും അറിയത്തില്ല എന്നുള്ളത്. അപ്പം നമ്മളെ പിന്നെ ഇഞ്ചക്ഷനോ മറ്റോ വന്നപ്പോഴത്തേക്കും ഇപ്പം ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, വേദന എടുക്കും കേട്ടോ, പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു പേടിയുണ്ടോ? അവൻ പറഞ്ഞു എൻ്റെ കയ്യെ പിടിച്ചോളാൻ പറഞ്ഞു.
ഞാനപ്പോൾ എനിക്ക് വേദന എടുക്കുമ്പോൾ ഞാനിങ്ങനെ കരയാൻ തുടങ്ങി. പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ചു. അപ്പോൾ ആ ഒരു പിടുത്തം ഉണ്ടല്ലോ, അതാണ് ഈ ദൈവത്തിൻ്റെ മാലാഖമാരുടെ കൈകളിൽ പിടിക്കുക എന്നുള്ള ആ ഒരു സപ്പോർട്ട് മതി. നമുക്ക് വേറെ ഒന്നും നമുക്ക് ആ ഒരു സമയത്ത് വേണ്ടിയില്ല. കാരണം നമ്മൾ അത്ര വേദനയിൽ നിൽക്കുന്നവരാണ്. ആ സമയത്തൊക്കെ മനുഷ്യത്വത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ്. അല്ലാതെ ചിലരുണ്ട് നമ്മൾ കയ്യിൽ ആ നീഡിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ എളുപ്പമാണല്ലോ കുത്താൻ. അപ്പോൾ അതുവഴി നമ്മൾ സൂചിയല്ലല്ലോ വിടുന്നത്. ആ സൂചി ഊരിക്കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം വെച്ചിട്ട് ഇതിപ്പോൾ ഇതൊക്കെ പ്രസ് ചെയ്യുമല്ല മരുന്ന്. ചില മരുന്നെന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ഒരു ഫോമിലായിരിക്കും. അതായത് ഈ വെള്ളം പോലെ ആയിരിക്കും. ചിലതിന് ഇച്ചിരി കട്ടി കാണും. ചില നേഴ്സുമാർ ഇങ്ങോട്ട് വന്ന് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കൈക്കിട്ടാണ് തീർക്കുന്നത്. ഇങ്ങോട്ട് വരും ഒറ്റ കുത്താണ്. ആ ചിലതിന് കട്ടിയുള്ളതിന് അതങ്ങോട്ട് നമ്മുടെ ആ ചെറിയ സൂചി വരെ നമ്മുടെ ഞരമ്പിലൂടെ കയറിപ്പോണ്ട്. അവരിങ്ങോട്ട് വന്ന ഒറ്റ ഒരു അമക്കാണ്. അത്രയും വേദന, അത് കയറുമ്പോൾ ഉള്ള വേദന ഭയങ്കര വേദനയാണ്. ഞാനപ്പോൾ ആദ്യം ഞാൻ വിളിക്കും. ചിലരുണ്ട് പെതുക്കെ ചെയ്യുന്നവരുണ്ട്. എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് പോകുന്നത് ഞാൻ ചിലരോട് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നമ്മുടെ ആ ഒരു അവസ്ഥ കൊണ്ട് നമുക്കൊന്നും പറയാനും നാക്ക് പൊങ്ങത്തില്ല. ചിലരൊക്കെ നല്ല ഇതാണ്, എന്തെങ്കിലുമൊക്കെ ചേച്ചി സാരമില്ല കേട്ടോ പോട്ടെ അങ്ങനെയൊക്കെ പറയും. നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്നവരൊക്കെ ഉണ്ട്. ചിലർ തിരിച്ചുകൊണ്ട്. എന്തായാലും അതൊക്കെ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം ദേഷ്യവും അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ പ്രാവശ്യം ഇങ്ങനെ ഞാൻ സ്കാനിങ്ങിനായിട്ട് കയറിയേക്കാം. അപ്പം നേഴ്സ് അവിടെ നിന്നിട്ട് നേഴ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥയാണ്. അപ്പം ഞാൻ അവരുടെ ആ ഒരു അസ്വസ്ഥത കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫുഡ് കഴിച്ചില്ലേ, ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ തെറ്റിയിട്ടാണ്. അപ്പം മൈഗ്രെയിനാണ് അതിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ മൈഗ്രെയിൻ എൻ്റെ അനിയനുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ മൈഗ്രെയിൻ ഉള്ളവർ ആദ്യം ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഏതെങ്കിലും രീതിയിൽ ആ സമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളത് അത് തെറ്റിക്കാതെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരാശ്വാസമാണ്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, ചിന്തയാണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പം അറിയാം, പക്ഷേ ജോലിയുടെ കൊണ്ട് ശരിയാവില്ല. നമ്മൾ വലിയതായിട്ടുള്ള കഴിക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ച് ആ വിശപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഇച്ചിരി നേരം സംസാരിച്ചപ്പം ഒരു സമാധാനം പോന്നു. അപ്പോൾ നമുക്കെന്ത് അസുഖം വന്നാലും നമുക്ക് ഡോക്ടറിനൊപ്പം നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു നേഴ്സ് എന്തായാലും ഉണ്ടാവും അല്ലേ. നമുക്ക് ഒന്നും പറ്റാത്ത ഒരു സ്റ്റേജിൽ നമുക്ക് പലപ്പോഴും അവർ തന്നെയാണ് നമ്മുടെ കൈത്താങ്ങുന്നത്. നമ്മുടെ വീട്ടിലുള്ളവർക്കൊന്നും നമ്മളെ സഹായിക്കുന്ന സമയത്ത് അറിയില്ല, പറ്റില്ല. ഇവർ തന്നെയാണ് നമുക്ക് കൈത്താങ്ങ്. അപ്പം എല്ലാ നേഴ്സുമാർക്കും ഈ സമയത്ത് ഒരു നന്ദി പറയുകയാണ്. വെറും നന്ദി എന്നുള്ള രീതിയിൽ ഒതുക്കാൻ പറ്റില്ലെങ്കിലും നന്ദി പറയുകയാണ് എല്ലാവരുടെയും പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ. ഓക്കെ.